ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ സഹപാഠികളെ, ഇന്ന് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നബിദിനത്തിൻ്റെ സന്ദേശം ഓർക്കാനാണ്. നബിദിനം എന്നത് വെറും ആഘോഷത്തിൻ്റെ ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും മാതൃകയും കൂടുതൽ പകർത്താനുള്ള ഒരു അവസരമാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമായത് നല്ല സ്വഭാവമാണ്. സത്യം പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അധ്യാപകരെ ആദരിക്കുക, സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ പെരുമാറുക, ചെറിയവരോട് കരുണ കാണിക്കുക, മുതിർന്നവരെ ആദരിക്കുക. ഇവയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ജീവിത പാഠങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ആരെയും അപമാനിച്ചിരുന്നില്ല. തനിക്ക് ദ്രോഹം ചെയ്തവരോട് പോലും ക്ഷമിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ലോകം അദ്ദേഹത്തെ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് ആകെയുള്ള കാരുണ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. നാം നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിലും അത് തെളിയിക്കണം. കള്ളം പറയാതിരിക്കുക, പരീക്ഷയിൽ കോപ്പി എടുക്കാതിരിക്കുക, സോഷ്യൽ മീഡിയ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കുക, സമയത്തിന് നമസ്കരിക്കുക, ഖുർആൻ വായിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ. നബിദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന കാര്യം കൂടിയാണ്. നല്ല മനുഷ്യരാകുക, നമ്മുടെ വീട്ടിലും സ്കൂളിലും സമൂഹത്തിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്നവരായി ജീവിക്കണം. നമുക്ക് ഇന്ന് ഒരു പ്രതിജ്ഞ എടുക്കാം. ദിവസവും സത്യം മാത്രം പറയാം, മാതാപിതാക്കളെ ആദരിക്കാം, അധ്യാപകരെ ബഹുമാനിക്കാം, 5 നേരം നമസ്കരിക്കാൻ ശ്രമിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അല്ലാഹു നമ്മെ എല്ലാവരെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളായി ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതം നല്ല സ്വഭാവത്താലും സൽക്കർമ്മങ്ങളാലും അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.